വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അത്ര അധികം നാളായിട്ടില്ല PSC ഇങ്ങനെ ഒരു ടോപ്പിക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ നമ്മൾ രാഷ്ട്രീയ ചരിത്രമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അങ്ങനെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തില് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ് എന്നാ നടന്നേ? 1957 ഫെബ്രുവരി 28 തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് മാർച്ച് 11 എന്ത് അവസാനിക്കുന്നത്? തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. അപ്പൊ 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തില് 126 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 126 സീറ്റുകൾ. ഇപ്പൊ നമുക്ക് എത്ര സീറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നിലവിലെ 140 സീറ്റാണ്. അന്ന് പക്ഷേ 126 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഈ 126 സീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ കണ്ടുണ്ടാവും. അതായത് ഒന്നാം കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? 114 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 114 മണ്ഡലങ്ങളാകുമ്പോ 114 അംഗങ്ങളല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെ? അതെങ്ങനെ 126 അല്ലെങ്കിൽ 126 സീറ്റുകളായി? മണ്ഡലങ്ങൾ 114 സീറ്റുകൾ 126 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 114 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എന്താണ് ദ്വയാംഗ മണ്ഡലങ്ങൾ എന്നും കൂടി പഠിച്ചു വയ്ക്കുക. എന്താ ദ്വയാംഗ മണ്ഡലങ്ങൾ? ഒരു മണ്ഡലത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാണ്. അതാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ. ഇന്ന് ആ ഒരു രീതി ഇല്ല, അന്നുണ്ടായിരുന്നു. അപ്പോൾ 114 മണ്ഡലങ്ങളാണ്, 12 എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളാണ്. അങ്ങനെ മൊത്തം സീറ്റുകളുടെ എണ്ണം 126. ഇലക്ഷൻ കഴിഞ്ഞു. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ നിയമസഭയിൽ എന്നാണ് ചോദിക്കണേച്ചാ നമ്മൾ പറയും 127 അംഗങ്ങളാണ്. അപ്പൊ 126 സീറ്റുകളിൽ 127 അംഗങ്ങൾ വരികയാണ്. എന്താണ് കാരണം? ഒരു അംഗം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. 127ാമത്തെ അംഗം ആരാണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 127 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ആ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം നിലവിലില്ല. അത് നമ്മൾ എടുത്തു കളഞ്ഞു. എങ്ങനെയാ എടുത്തു കളഞ്ഞതെന്നും കൂടി ഓർക്കാം. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം, അല്ലെ, നിയമനിർമ്മാണ സഭകളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്ന ആ പരിപാടി നമ്മള് നിർത്തലാക്കാണ്. 2019 104 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 മുതലാണ് നിലവിൽ വന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ആദ്യത്തെ എന്താ പറയുന്നത്, നമ്മുടെ ഇലക്ഷൻ എന്നാ നടന്നേ? 1957 ഫെബ്രുവരി 28 തൊട്ട് മാർച്ച് 11 വരെ നടന്നു. എത്ര മണ്ഡലങ്ങളിലേക്കായിരുന്നു നടന്നത്? 114 മണ്ഡലങ്ങളിലേക്ക്. അതിൽ എത്ര ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നാ നമ്മൾ പറഞ്ഞ്? 12 എണ്ണം, അല്ലെ? ആകെ സീറ്റുകൾ എത്രയാണ്? 126. ആദ്യ നിയമസഭയില് എത്ര അംഗങ്ങളാണ് ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്? 127. അതിൽ ഒരാൾ ആരാണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരികയാണ്. അങ്ങനെ നിലവിൽ വന്ന സംസ്ഥാനമായി മാറുകയാണ് ആര്? കേരളം. അങ്ങനെ ഒന്നാം നിയമസഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 3 പ്രധാന വർഷങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒന്നാം നിയമസഭ കേരളത്തിൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1957 ഏപ്രിൽ 1. ഒന്നാം നിയമസഭ കേരളത്തിൽ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഒന്നാം മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ, EMS അടക്കം സത്യപ്രതിജ്ഞ ചെയ്ത് ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഏപ്രിൽ 5 അവര്
സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസഭ നിലവിൽ വരണേ. ഇനി ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നാ നടക്കണേന്ന് ചോദിച്ചാൽ ഏപ്രിൽ മാസം തന്നെയാണ്, ഏപ്രിൽ 27-നാണ്. അപ്പൊ 1957 ഏപ്രിൽ 27. അപ്പൊ 1957 ഏപ്രിൽ 1-ന് ഒന്നാം നിയമസഭ, 1957 ഏപ്രിൽ 5-ന് ആദ്യ മന്ത്രിസഭ അല്ലെ, 1957 ഏപ്രിൽ 27-ന് ആദ്യത്തെ സമ്മേളനം, മന്ത്രിസഭയുടെ സമ്മേളനം. ഇത്രയും ക്ലിയർ ആയല്ലോ. അങ്ങനെ ഒന്നാം മന്ത്രിസഭയില് 127 അംഗങ്ങളില് 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക. ഇനിയും നമ്മുടെ നിയമസഭയിലുള്ള ഒന്നാം കേരള നിയമസഭയിലെ കുറച്ച് അംഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒന്നാം കേരള നിയമസഭയില് 127 അംഗമുണ്ട്. 127ാമത്തെ അംഗം ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാം. അങ്ങനെ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? ഹാമിൽട്ടൺ ഡിക്രൂസ്. ആരായിരുന്നു അദ്ദേഹം? ഹാമിൽട്ടൺ ഡിക്രൂസ്. അപ്പൊ ഒന്നാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. അടുത്തത് ഒന്നാം കേരള നിയമസഭയിൽ 127 അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം പട്ടംതാണി പിള്ളയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കെ കരുണാകരനുമായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ അംഗം പട്ടംതാണി പിള്ളയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കെ കരുണാകരനുമായിരുന്നു. ഇനി ഒന്നാം നിയമസഭയില് നമ്മുടെ ഗവർണർ, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? വളരെ പ്രധാനമാണ്. നമ്മുടെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ആദ്യ കേരള ഗവർണർ. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഇതൊക്കെ തന്നെ ഒട്ടുമുക്കാൽ ഭാഗം പരീക്ഷകളിലും ചോദ്യങ്ങൾ തന്നെയാണ്. ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഇനി ഒരു സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രോടൈം സ്പീക്കർ വേണം എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ ആര്? കേരള നിയമസഭയിലെ ആദ്യ പ്രോടൈം സ്പീക്കർ ഒരു ലേഡിയാണ്. അവരുടെ പേര് റോസമ്മ പുന്നൂസ് എന്നാണ്. റോസമ്മ പുന്നൂസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ. ആരാണ്? പ്രോടൈം സ്പീക്കർ. അപ്പൊ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ നിയമസഭാ അംഗവും റോസമ്മ പുന്നൂസ് ആണ് കേട്ടോ. ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ അംഗവും റോസമ്മ പുന്നൂസ് ആണ്. അടുത്തത് അവരെ കുറിച്ച് പഠിക്കാനുള്ളത്, കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയും റോസമ്മ പുന്നൂസ് ആണ്. അപ്പൊ ഇവരാദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ ആണ് റോസമ്മ പുന്നൂസ്. ആദ്യമായിട്ട് കേരള നിയമസഭ നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നും റോസമ്മ പുന്നൂസ് ആണ്. പക്ഷെ കോടതി വിധിയിലൂടെ നിയമസഭ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാലും റോസമ്മ പുന്നൂസ് പറയും. നിയമസഭ അംഗത്വം നഷ്ടപ്പെട്ട വ്യക്തി. ഇനി നിയമസഭ അംഗത്വം നഷ്ടപ്പെട്ടുവെങ്കിലും 1958 കേരളത്തിൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ്, ദേവികുളത്ത് നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പില് വിജയിച്ച് വീണ്ടും അംഗമായി, ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അംഗമായ ആദ്യത്തെ വ്യക്തി എന്ന ബഹുമതിയും ആരെന്നെ നേടുകയുണ്ടായി? റോസമ്മ പുന്നൂസ് തന്നെ നേടുകയുണ്ടായി. ക്ലിയർ ആയോ? അപ്പൊ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് അംഗമായ ആദ്യത്തെ വ്യക്തിയും ആരെന്നെയാണ്? റോസമ്മ പുന്നൂസ് ആണ്. അപ്പൊ 1958 കേരളത്തിൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എവിടെയാണ് നടന്നത്? ഇടുക്കിയില് ദേവികുളം കേട്ടോ. ഇന്നത്തെ ഇടുക്കിയിലെ ദേവികുളത്താണ് അത് നടന്നത്. ഓർത്തു വെക്കണം കേട്ടോ. ഇനി അപ്പൊ നമ്മള് പറയാണ്, അതായത് ആദ്യത്തെ നമ്മുടെ എന്താ പറയുന്നത് സ്പീക്കർ, പ്രോടൈം സ്പീക്കർ ആണ് ആര്? റോസമ്മ പുന്നൂസ്. എന്നാല് നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ത്യയില് ഒരു നിയമസഭയിൽ സ്പീക്കർ ആകുന്ന ആദ്യ വനിത ആരാന്ന് ചോദിച്ചാലോ? ഇന്ത്യയിൽ ഒരു നിയമസഭയിൽ സ്പീക്കർ ആകുന്ന ആദ്യ വനിത ഹരിയാനയിലാണ് അവര് സ്പീക്കർ ആയത്. അവരുടെ പേര് ഷാനോ ദേവി എന്നാണ്. ഇന്ത്യയിൽ ഒരു നിയമസഭയിൽ സ്പീക്കർ ആകുന്ന ആദ്യ വനിത ഷാനോ ദേവി. എവിടെയാണ് സ്ഥലം? ഹരിയാനയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് പ്രോടൈം സ്പീക്കറെ പഠിച്ചു. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, കേരളത്തിൽ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ഫസ്റ്റ് സ്പീക്കർ, കേരള നിയമസഭയിൽ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. ആരാണ്? ശങ്കരനാരായണൻ തമ്പി. ഇനി ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചോദിച്ചാൽ KO ആയിഷ ഭായ്. ആരാണ്? KO ആയിഷ ഭായ്. അപ്പൊ KO ആയിഷ ഭായ് ആണ് ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് നിയമസഭയില് മന്ത്രിമാരുടെ എണ്ണം നമ്മൾ പറഞ്ഞു, 11 മന്ത്രിമാരാണ്. ആ 11 മന്ത്രിമാരില് ഒരു മന്ത്രിയാണ് വനിതയായിരുന്നത്. ഇനി നമ്മള് 127 അംഗങ്ങളില് ഒന്നാം കേരള നിയമസഭയിൽ 6 വനിതകൾ ഉണ്ടായിരുന്നു.
ഒന്നാം കേരള നിയമസഭയില് 126, 127 പറയാം, ആംഗ്ലോ ഇന്ത്യൻ അടക്കം 127 6 പേര് വനിതകളാണ്. ആ 6 പേരിൽ ഒരാള് മന്ത്രിയായി, അവര് KR ഗൗരിയമ്മയാണ്. അപ്പൊ KR ഗൗരിയമ്മ ഏത് മന്ത്രിയായിരുന്നു? റവന്യൂ മന്ത്രി. റവന്യൂ അതുപോലെ തന്നെ എക്സൈസ് എന്നീ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു ആര്? KR ഗൗരിയമ്മ. ഇനി KR ഗൗരിയമ്മയെ കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓർക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ട വനിത കേട്ടോ, നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് കേരളത്തില് KR ഗൗരിയമ്മ. 10 തവണ അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട വനിത, 10 തവണ തിരഞ്ഞെടുക്കപ്പെട്ട KR ഗൗരിയമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രി പദവി അലങ്കരിച്ച വനിതയും KR ഗൗരിയമ്മയാണ്. കുറേയധികം നാള് മന്ത്രി പദവിയിലിരുന്ന വനിതയും KR ഗൗരിയമ്മയാണ്. അവരാണ് കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ എക്സൈസ് മന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നിയമമന്ത്രി ആരായിരുന്നു? അല്ലെങ്കിൽ വൈദ്യുത മന്ത്രിയായിരുന്നു. നിയമം, വിദ്യുത് ശക്തി എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് VR കൃഷ്ണയ്യരാണ് ഒന്നാം കേരള നിയമസഭയില്. അതുപോലെ തന്നെ ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത് AR മേനോനാണ്. അത് ഓർത്തു വെക്കണം. മേനോൻ, KR മേനോൻ, AR മേനോൻ, MR മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷനുകൾ തരാം. അപ്പോ AR മേനോനാണ് നമ്മുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. ആരാണ്? AR മേനോൻ. അടുത്തത് വിദ്യാഭ്യാസം അതുപോലെ തന്നെ സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന, നമ്മുടെ വിദ്യാഭ്യാസ ബില്ലൊക്കെ കൊണ്ടുവന്ന ജോസഫ് മുണ്ടശ്ശേരി. അത് നമ്മൾ വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. പിന്നെ PK ചാത്തൻ മാസ്റ്ററെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേരള നിയമസഭയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്റർ. പ്ലസ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മജീദ്. PWD പൊതുമരാമത്ത് ആരാണ് കൈകാര്യം ചെയ്തിരുന്നത്? TA മജീദ് കൈകാര്യം ചെയ്തിരുന്നു. ഇനി വ്യവസായ ആരാ കൈകാര്യം ചെയ്തിരുന്നേ? വ്യവസായ മന്ത്രി ആരാണ്? KP ഗോപാലൻ. വ്യവസായ മന്ത്രി KP ഗോപാലൻ. ഇനി ഭക്ഷ്യവകുപ്പ്, വനം വകുപ്പ് തുടങ്ങിയവ കൈകാര്യം ചെയ്തിരുന്നത് KC ജോർജ് ആണ്. ഇനീഷ്യലൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷ്യം, വനം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി KC ജോർജ് ആണ്. അതുപോലെ തന്നെ തൊഴിൽ, ഗതാഗതം തുടങ്ങിയവ കൈകാര്യം ചെയ്തിരുന്നത് TV തോമസ് ആണ്. തൊഴിലും ഗതാഗതവും TV തോമസ് ആണ്. ധനകാര്യമന്ത്രി ആരായിരുന്നു? C അച്യുതമേനോൻ. ധനകാര്യമന്ത്രി C അച്യുതമേനോൻ ആയിരുന്നു. ഇനി നമുക്ക് പറയേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി നമുക്കറിയാം. ഒന്നാം EMS മന്ത്രിസഭ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ധനകാര്യം അച്യുതമേനോൻ, തൊഴിൽ ഗതാഗതം TV തോമസ്, ഭക്ഷ്യം വനം KC ജോർജ്, വ്യവസായം KP ഗോപാലൻ, പൊതുമരാമത്ത് TA മജീദ്, തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ, നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ, ആരോഗ്യം AR മേനോൻ. ഇനി നിയമസഭയിലെ ഒന്നാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആണ്. പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. നിയമസഭയിലെ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6. അതിൽ എത്ര മന്ത്രി ഉണ്ടായിരുന്നു? വനിതയില് 1 മന്ത്രി. ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ അംഗം പട്ടംതാണുപിള്ള. പ്രായം കുറഞ്ഞ നിയമസഭാ അംഗം K കരുണാകരൻ. ആദ്യ ഗവർണർ B രാമകൃഷ്ണ റാവു. പ്രോട്ടേം സ്പീക്കർ റോസമ്മ പുന്നു. സ്പീക്കർ ആരാണ്? ശങ്കരൻ നാരായണൻ തമ്പി. ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷ ബായി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഹാമിൽട്ടൺ ടിക്രൂസ്. അപ്പോ നമുക്കറിയാം, ഇവിടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ, ഒട്ടുമുക്കാൽ ഭാഗം എല്ലാവരും തന്നെ ആ നിയമസഭയിൽ അംഗങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെ അംഗമല്ലാതിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രാധാന്യമാണ്. അങ്ങനെ ഒന്നാമത്തെ നിയമസഭയിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് MN ഗോവിന്ദൻ നായർ എന്നാണ്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലക്ഷം വീട് ഭവന പദ്ധതി. നമ്മൾ ധാരാളം ഭവന പദ്ധതികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ലൈഫ് അങ്ങനെയൊക്കെ ഇപ്പൊ നിലവിലുള്ളതൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ അങ്ങനെ ലക്ഷം വീട് ഭവന പദ്ധതി എന്ന് പറയുന്ന ഭവന പദ്ധതി കൊണ്ടുവന്നത് ആര് എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. MN ഗോവിന്ദൻ നായർ ആണ്. ഇദ്ദേഹത്തെ കേരള ക്രൂഷ്ചേവ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരള ക്രൂഷ്ചേവ് എന്ന് വിളിക്കുന്നത് MN ഗോവിന്ദൻ നായരാണ്. ആരറിയോ ക്രൂഷ്ചേവ്? റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള ആളാണ് ക്രൂഷ്ചേവ് കേട്ടോ. അപ്പൊ കേരള ക്രൂഷ്ചേവ് എന്ന് അറിയപ്പെടുന്നത്
പിരിച്ചുവിടുന്നത് എം.എൻ. ഗോവിന്ദൻ നായരാണ്. അപ്പൊ അത് ഓർക്കാം. ഇനി അങ്ങനെ ഒന്നാം കേരള നിയമസഭ 1957 ഏപ്രിൽ 1 നിലവിൽ വന്നു അല്ലെ. നിയമസഭ നിലവിൽ വന്നു, മന്ത്രിസഭയല്ല നിയമസഭ നിലവിൽ വരികയാണ്. മന്ത്രിസഭ ഏപ്രിൽ 5 അങ്ങനെ നിലവിൽ വന്ന ആ മന്ത്രിസഭ 1959 ജൂലൈ 31 പിരിച്ചുവിടുകയാണ്. 1959 ജൂലൈ 31 വളരെ പ്രധാനമാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1959 ജൂലൈ 31 പിരിച്ചുവിടാണ്. അപ്പൊ ഇത് പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്നും കൂടി നമ്മൾ ഓർക്കണം. വിമോചന സമരാണ് ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള കാരണം, നിയമസഭ പിരിച്ചുവിടാനുള്ള കാരണം. അപ്പോ അങ്ങനെ ആ മന്ത്രിസഭ പിരിച്ചുവിട്ടത് നമ്മൾ പറഞ്ഞു വിമോചന സമരാണ്. അപ്പൊ വിമോചന സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ആക്രമണങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഗവർണർ പ്രസിഡന്റിന് അറിയിപ്പ് കൊടുക്കുകയാണ്, കേരളത്തിലാകെ പ്രശ്നമാണ്. അങ്ങനെ ആർട്ടിക്കിൾ 356 അനുസരിച്ച് നമ്മുടെ മന്ത്രിസഭ പിരിച്ചുവിടാണ്. ആർട്ടിക്കിൾ 356 അനുസരിച്ച് എന്ത് പിരിച്ചുവിടാണ്? നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ പിരിച്ചുവിടാണ് കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മന്ത്രിസഭ പിരിച്ചുവിടുക എന്ന് പറയുന്നത്. അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം. ഇനിയിപ്പോ പിരിച്ചുവിടാൻ കാരണമായത് നമ്മൾ പറഞ്ഞു വിമോചന സമരമാണ്. അപ്പൊ വിമോചന സമരം എന്താണ്? വിമോചന സമരം എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ ഒരു വിദ്യാഭ്യാസ ബില്ലിനോടുള്ള എതിർപ്പാണ് ഈ വിമോചന സമരം ഉണ്ടാവാനുള്ള കാരണം. അപ്പോ ആദ്യം വിദ്യാഭ്യാസ ബില്ല് എന്താണെന്ന് നമുക്ക് പഠിക്കാം. 1957 വിദ്യാഭ്യാസ ബില്ല്. 1957 ജൂലൈ 13 വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുകയാണ് ജോസഫ് മുണ്ടശ്ശേരി, നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ ബില്ല് അദ്ദേഹം അവതരിപ്പിക്കണേ? സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെച്ചപ്പെട്ട സംഘാടനവും വളർച്ചയും ഒക്കെ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുന്നത്. അങ്ങനെ 1957 സെപ്റ്റംബർ 2 ബില്ല് പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അത് പ്രസിഡന്റിന് അയക്കുകയാണ്. അപ്പൊ പ്രസിഡന്റ് ഈ ബില്ലിന്റെ കൂടുതൽ നിയമ സാധുതകളെ കുറിച്ച് അറിയാനായിട്ട് സുപ്രീം കോടതിക്ക് വിദഗ്ധ ഉപദേശത്തിന് സുപ്രീം കോടതിയിലേക്കും ബില്ല് അയക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർക്കുക. ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് അല്ലെങ്കിൽ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറുന്ന ആദ്യ അവസരം ഏതിനായിട്ടാണ്? വിദ്യാഭ്യാസ ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറിയ ആദ്യ അവസരം ഈ വിദ്യാഭ്യാസ ബില്ലാണെന്ന് ഓർക്കുക. അങ്ങനെ 1957 ജൂലൈ 13 അവതരിപ്പിച്ചിട്ട് 1959 ഫെബ്രുവരി 19 വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുക കേട്ടോ. അങ്ങനെ വിദ്യാഭ്യാസ ബില്ല് വരികയാണ്. ഈ വിദ്യാഭ്യാസ ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വിമോചന സമരം നടന്നത്. നമുക്ക് മനസ്സിലായി. മന്നത്ത് പത്മനാഭൻ പോലുള്ള ആൾക്കാർക്ക് ഈ വിദ്യാഭ്യാസ ബില്ലിനോട് എതിർപ്പാർന്നു. അപ്പൊ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരിക്കും? അപ്പോ മന്നത്ത് പത്മനാഭനായിരിക്കും. അങ്ങനെയാണ് വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിൽ ഒന്നാം നിയമസഭ അല്ലെങ്കിൽ ഒന്നാം മന്ത്രിസഭ 1959 ജൂലൈ 31 പിരിച്ചുവിടുന്നത്. ആർട്ടിക്കിൾ 356 വകുപ്പ് പ്രകാരം ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാണ് കേട്ടോ. ഇനി വിമോചന സമരത്തിന്റെ നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ നേതാവ് മന്നത്ത് പത്മനാഭനാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥയൊക്കെ നയിക്കുന്നുണ്ട്. ആ ജാഥകയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിഖ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എന്നാൽ വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ പേര് പറയാം. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. അപ്പൊ വിദ്യാഭ്യാസ ബില്ലും അതുപോലെ തന്നെ വിമോചന സമരവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ കേരള നിയമസഭയിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വിദ്യാഭ്യാസ ബില്ല്. അടുത്തൊരു പ്രധാനപ്പെട്ട നിയമമാണ് കർഷക ബന്ധ ബില്ല്. 1957 അവതരിപ്പിച്ച കേരള നിയമസഭയില് അവതരിപ്പിച്ച കർഷക ബന്ധ ബില്ല്. എന്താണ് കർഷക ബന്ധ ബില്ല് എന്ന് പറഞ്ഞാൽ? കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തണം, ജന്മിത്തം അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ കേരള നിയമസഭ 1959 ജൂൺ 10 ഈ എന്താ പറയുന്നത് കർഷക ബന്ധ ബില്ല് പാസ്സാക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം നിങ്ങൾ, 1959 ജൂൺ 10 കർഷക ബന്ധ ബില്ല് പാസ്സാക്കി.
എന്നാൽ കർഷക ബന്ധ ബില്ലിന്റെ വർഷം എന്നാണ് കർഷക ബന്ധ ബില്ല് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ 1957 നിയമസഭ പാസ്സാക്കിയത് 1959 ജൂൺ 10. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും 1959 ജൂലൈ 31 നമ്മള് എന്താണ് നിയമസഭ പിരിച്ചുവിടുകയാണല്ലോ ചെയ്തത്. അങ്ങനെ അപ്പൊ EMS മന്ത്രിസഭയ്ക്ക് പറ്റിയില്ല. വീണ്ടും അദ്ദേഹം EMS 1967 വീണ്ടും മുഖ്യമന്ത്രി ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം വീണ്ടും ഇതിനൊരു ശ്രമം നടത്തി ഭേദഗതിയിലൂടെയൊക്കെ. പക്ഷെ അപ്പോഴും അദ്ദേഹം 2 വർഷം കഴിയുമ്പോഴേക്കും പുറത്താവാണ്. അപ്പോഴും അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല. പിന്നീട് 1970 സി അച്യുത മേനോൻ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം നമുക്ക്. കേരള ഭൂപരിഷ്കരണ നിയമം 1970 ജാനുവരി 1 കൊണ്ടുവന്നു. അപ്പൊ ഈ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ മുൻഗാമി എന്ന് നമുക്ക് കർഷക ബന്ധ ബില്ലിനെ വിളിക്കാം. രണ്ടും ഏകദേശം കണക്റ്റഡ് തന്നെയാണ്, ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ എന്താണ് കേരള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് സി അച്യുത മേനോനാണ്. 1970 ജാനുവരി 1 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഒന്നാം കേരള നിയമസഭയിലെ 2 പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി അപ്പൊ ഒന്നാം കേരള നിയമസഭ പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ വിമോചന സമരവും വിദ്യാഭ്യാസ ബില്ലും കർഷക ബന്ധ ബില്ലും ഒക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കേരള മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട്. പൂർണ്ണരൂപം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പൊ അദ്ദേഹത്തിന്റെ തറവാട് വീടാണ് ഏലംകുളം മന. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ EMS ജനിച്ചത് 1909 ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഏഷ്യയിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ലീഡറാണ്. ഒക്കെ ആരന്നെയാണ്? ഈ നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. അദ്ദേഹം ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ഇടയിൽ ഒരു കാര്യം വിട്ടു. കാസർഗോഡ് ജില്ലയില് നമ്മുടെ മഞ്ചേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലല്ലേ, ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ കേരള നിയമസഭയിലേക്ക് ഒരാൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉമേഷ് റാവു എന്നാണ് കേട്ടോ. അപ്പൊ കേരള നിയമസഭയിലേക്ക് ആദ്യമായിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ഉമേഷ് റാവു. തെരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന്. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അംഗമാണ് ഉമേഷ് റാവു. തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? മഞ്ചേശ്വരത്ത് നിന്നാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലോ? ഇനി അപ്പൊ അടുത്തത് വീണ്ടും നമ്മൾ ആരിലേക്ക് തന്നെ വരികയാണ്? EMS നമ്പൂതിരിപ്പാടിലേക്ക് തന്നെ വരികയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നേതാവായ EMS ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരമാണ് അല്ലെ. ഇനി അടുത്തത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അടുത്തത് പ്രതിപക്ഷ നേതാവായതും ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? നമ്മൾ പറഞ്ഞല്ലോ PT ചാക്കോ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞില്ലേ. രണ്ടാമത് പ്രതിപക്ഷ നേതാവായി EMS. അപ്പൊ ആദ്യം മുഖ്യമന്ത്രിയായി, രണ്ടാമത് പ്രതിപക്ഷ നേതാവായി അല്ലെ. EMS രണ്ടാം തവണ എന്നാ മുഖ്യമന്ത്രിയായി ഞാൻ നേരത്തെ പറഞ്ഞു, വർഷം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1967 അല്ലെ. അതുപോലെ ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രിമാർ തന്നെയാണ് EMS തന്നെയാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ. അതുപോലെ അദ്ദേഹം ഒരു പത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ആ പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. അദ്ദേഹത്തിന്റെ പത്രം പ്രഭാതം എന്നാണ് പത്രത്തിന്റെ പേര്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആര്? EMS. പിന്നെ നമ്മൾ പറഞ്ഞു ഭൂപരിഷ്കരണ ഓർഡിനൻസ് അല്ലെ, കർഷക ബന്ധ ബില്ല്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് ആദ്യം കൊണ്ടുവന്നത്. അദ്ദേഹമാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 1-2 കൃതികൾ ഓർക്കണം കേട്ടോ. കേരളം ഇന്ന് ഇന്നലെ നാളെ. ഇന്ന് ഇന്നലെയല്ല, ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ. അതുപോലെ 1.25 കോടി മലയാളികൾ, കേരളം മലയാളത്തിന്റെ മാതൃഭൂമി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരളം ഇന്നലെ ഇന്ന് നാളെ, 1.25 കോടി മലയാളികൾ, കേരളം മലയാളത്തിന്റെ മാതൃഭൂമി തുടങ്ങിയവയൊക്കെ EMSന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ്. അപ്പോ
എന്താ പറയുന്നത്, കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭയെ കുറിച്ച് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കണേ. മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ട്ടോ.